നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് ആനവിഴുങ്ങിയിൽ പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് ആഘോഷിച്ചു. KSTA ജില്ലാ സമ്മേളനം പെരിങ്ങോട്ടുകരയിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വലപ്പാട് ആനവിഴുങ്ങിയിൽ പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരാഴ്ചയായി തൃപ്രയാർ ബൈപ്പാസ് അവസാനിക്കുന്ന ആനവിഴുങ്ങി കിഴക്ക് ഭാഗത്തുകൂടിയുള്ള സർവീസ് റോഡിലൂടെയാണ് ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം പ്രദേശവാസികളായ കാൽനട യാത്രക്കാർക്കും പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും സർവീസ് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഇടുങ്ങിയ സർവീസ് റോഡിലൂടെ രണ്ടു വശത്തേക്കുമുള്ള വലിയ ട്രെയിലർ ലോറികളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ടാങ്കർ ലോറികളും ഉൾപ്പെടുന്ന വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകുന്നതുകൊണ്ട് കാൽനടക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ബൈക്ക് യാത്രക്കാർക്ക് ഇതെല്ലാം പ്രശ്നമാണ്. ഞാനിപ്പോ ഞങ്ങൾ കംപ്ലൈന്റ് കളക്ടർ ഇത് അങ്ങോട്ട് വീണ വണ്ടി ഒന്ന് കയറി ഞാൻ കാണിച്ചു കേട്ടോ. എന്നിട്ട് വേറെ കാണിച്ചു തരാം. ഇവരോടൊന്ന് പറഞ്ഞാൽ മനസ്സിലായി. മനുഷ്യന്മാരല്ലേ ഇവര് കംപ്ലൈന്റ് ചെയ്യാൻ പോണ്ടെന്ന്. ഞങ്ങള് ഒപ്പിച്ച് അയച്ചു പോണ്. ഇവിടെ അടുത്തിൽ കയറിട്ട് വീണതേ. ഞങ്ങൾ പോണ്. ഇപ്പൊ ഈ കളക്ടർക്ക് പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. ഇവിടെ ഇതില് രണ്ടു ഭാഗത്തുനിന്ന് വണ്ടി വിട്ടിട്ട് ആൾക്കാർക്ക് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ലേ. റോഡ് നിർമ്മാണ കരാർ കമ്പനിയെ പ്രശ്നം ധരിപ്പിച്ചും ഒരു നടപടിയുണ്ടായില്ല. നാട്ടികയിൽ ഉണ്ടായതുപോലെയുള്ള ദുരന്തം അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കാരം മൂലം ഇവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ആശങ്കപ്പെട്ടു. ഇതു സംബന്ധിച്ച് പ്രദേശവാസികൾ ചേർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഗതാഗതം ഒരു വശത്തേക്ക് മാത്രമാക്കുക, സർവീസ് റോഡിലെ കാനകൾക്ക് മുകളിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ച് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാക്കുക, വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാർ പരാതി നൽകിയത്. പറവൂരിനടുത്തുണ്ടായ വാഹനാപകടത്തിൽ പെരിഞ്ഞനം സ്വദേശിയായ യുവാവ് മരിച്ചു. പെരിഞ്ഞനം കൃഷ്ണൻ മാസ്റ്റർ സ്കൂളിന് സമീപം പള്ളത്ത് സുരേഷിന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ആലുവയിലുള്ള സഹോദരിയുടെ വീട്ടിൽ പോയി തിരികെ ബൈക്കിൽ വരുന്നതിനിടെ മീൻ കയറ്റി വന്ന പിക്കപ്പ് ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ആലങ്ങാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ ബൈക്കുകളിലെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിച്ചു. കാളമുറി സ്വദേശി പോഥാംപറമ്പിൽ മനു, മതിലകം എമ്മാട് സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ നിസാം, കയ്പമംഗലം സ്വദേശികളായ കോലോത്തുംപറമ്പിൽ കമറുദ്ദീൻ, താലിബ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെ കാളമുറി സെന്ററിൽ വെച്ചായിരുന്നു സംഭവം. കാറിന്റെ ചില്ലും അടിച്ചു തകർത്തിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തളിക്കുളം വാലത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹവനം, കലശപൂജ, ഉഷപൂജ, കലശാഭിഷേകം, ശിവേലി, പറനിറയ്ക്കൽ, ഉഷപൂജ, വൈകിട്ട് 3 ഗജവീരന്മാരോട് കൂടി എഴുന്നള്ളിപ്പ്, ദീപാരാധന, രാത്രി ദേവിക്ക് കളം എന്നിവ നടന്നു. മച്ചാട് ജയറാം ഭഗവതിയുടെ തിരമ്പേറ്റി. ക്ഷേത്രം തന്ത്രി വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് VS സുദർശനൻ, സെക്രട്ടറി വിജി ജയപ്രകാശ്, ട്രഷറർ VD അജയ് ഘോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
KSTA ജില്ലാ സമ്മേളനം ജനുവരി 18-19 തീയതികളിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നതിന്റെ ഭാഗമായുള്ള പതാക ജാഥ 5 കേന്ദ്രങ്ങളിലായി പ്രയാണം നടത്തി. KSTA ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി അധ്യാപക പ്രസ്ഥാനം പിറവികൊണ്ട വലപ്പാട് GDM LPU സ്കൂൾ പരിസരത്ത് നിന്നും സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ ആരംഭിച്ചു. സംഘാടക സമിതി ചെയർമാൻ E.K. തോമസ് മാസ്റ്റർ അധ്യക്ഷനായി. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN നസീർ ഉദ്ഘാടനം ചെയ്തു. KSTA സംബന്ധിച്ച് വർത്തമാനകാലത്ത് ഒട്ടേറെ വെല്ലുവിളി നേരിടുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന വിധത്തിൽ ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മലയാളികളാകെ അപമാനിതരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി, കേന്ദ്ര അവഗണനയ്ക്കെതിരായി പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അധ്യാപകരടക്കമുള്ള ആളുകളെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യമാണ് സമ്മേളനത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ അധ്യക്ഷ സഖാവ് സൂചിപ്പിച്ച പോലെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന അധ്യാപക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് KSTA പരമപ്രധാനമായ ലക്ഷ്യം. കേവലം അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ മാത്രമല്ല സംഘടന ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെ KSTA ഏറ്റെടുത്തിട്ടുള്ളത്. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. MA ഹാരിസ് ബാബു പതാക ജാഥ ക്യാപ്റ്റൻ ഡെന്നി K. ഡേവിസ് കൈമാറി. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട പതാക ജാഥയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് T. വിനോദിനി, ജില്ലാ സെക്രട്ടറി K. പ്രമോദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ ഇഗ്നേഷ്യസ്, TM ലത, ദീപ ആന്റണി, വൈസ് ക്യാപ്റ്റൻ TS സജീവൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ശ്യാംകൃഷ്ണ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വലപ്പാട് ചന്തപ്പടി, തൃപ്രയാർ സെന്റർ, കിഴക്കേനട, ചെമ്മാപ്പള്ളി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ പൊതുസമ്മേളന നഗരിയിലെ കൊടിമരത്തിൽ സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ പതാക ഉയർത്തി. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് ദീപാരാധന, തുടർന്ന് കൊടിയേറ്റ കർമ്മം നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി മനോജ്, സുജയകുമാർ, കണ്ണൻ, ജിനേഷ് എന്നിവർ ചേർന്ന് ഉത്സവ കൊടിയേറ്റ കർമ്മം നടത്തി. ജനുവരി 23-നാണ് ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ക്ഷേത്രം പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ, ഹരിദാസ്, ബൈജു എന്നിവരും ഭക്തജനങ്ങളും കുടുംബാംഗങ്ങളും കൊടിയേറ്റത്തിന് പങ്കുചേർന്നു. മഹോത്സവ കൊടിയേറ്റത്തിന് ശേഷം SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളുടെ മക്കൾക്കുള്ള എൻഡോമെന്റ് വിതരണം നടന്നു. തുടർന്ന് ക്ഷേത്രം ഹാളിൽ നൃത്ത സംഗീത സന്ധ്യ അരങ്ങേറി. രാത്രി 12 മണിക്ക് വിമാന ഗന്ധർവ പൂജയും നടന്നു. VKTF CITU വഴിയോര കച്ചവട യൂണിയൻ ജില്ലാ ജാഥയ്ക്ക് കാഞ്ഞാണിയിൽ സ്വീകരണം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് T. സുധാകരൻ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CITU ഏരിയ സെക്രട്ടറി വിജി സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് TI ചാക്കോ, യൂണിയൻ ഏരിയ സെക്രട്ടറി V. ഹരിദാസ്, പ്രസിഡന്റ് EV പ്രബീഷ്, CPM മണലൂർ LC സെക്രട്ടറി KV ഡേവിസ് എന്നിവർ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു. നാട്ടിക ചെമ്മാപ്പള്ളി കടവിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് മനുഷ്യ സ്നേഹം അവിടെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ, നമുക്ക് കുറേ എതിരാളികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മൾ, അതൊന്നും വേണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കുറേ ജീവകാരുണ്യം, നന്മയും നാടിനും കുടുംബത്തിനും കൂട്ടുകാർക്കും വേണ്ടി ചെയ്യണം എന്ന് അവിടെ ചികിത്സയ്ക്ക് ചെല്ലുമ്പോഴാണ് നമുക്കറിയാം. കൈ അറുത്തു മാറ്റപ്പെട്ടവർ, മാറ് അറുത്തു മാറ്റപ്പെട്ടവർ, ചുണ്ട് മുറിച്ചവർ, കൈ മുറിച്ചവർ, കാല് മുറിച്ചവർ എന്ന് വേണ്ട കുഞ്ഞു കുട്ടികളടക്കം, മൊലുടി പ്രായത്തിലുള്ള കുട്ടികൾക്കടക്കം ചിൽഡ്രൻസ് വാർഡുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ
ഒരു തെറ്റിലേക്കും നമുക്ക് പോകാൻ സാധിക്കില്ല. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, തളിക്കുളം ബ്ലോക്ക് മെമ്പർ ജൂബി പ്രദീപ്, വിജേഷ് ആനന്ദ്, ഷൈൻ സിയ, മറ്റു ജനപ്രതിനിധികളായ KR ദാസൻ, PV സെന്തിൽകുമാർ, റസീന ഖാലിദ്, നിഖിത P രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, P വിനു, ഗ്രീഷ്മ, ഐഷാബി അബ്ദുൽ ജബ്ബാർ, നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS കിഷോർ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ സാന്ത്വന പരിചരണ രോഗികൾക്ക് സ്നേഹസമ്മാനവും രോഗി ബന്ധു സംഗമവും നടത്തിയതിനോടൊപ്പം അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ചടങ്ങിന് കൂടുതൽ നിറം പകർന്നു. ഇനി ഇടവേള. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചേറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. Manappuram Geeta Ravi Public School, the joy of learning. AJ Gold and Diamonds, Tripprayar Junction. Christmas and New Year offer. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, Tripprayar Junction. Lightweight gold, diamond, silver jewelry. 916 wholesale and retail. Phone 6282192294. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, വാഗച്ചാർത്ത്, ഗണപതി ഹവനം, നവകം, വിശേഷാൽ പൂജകൾ എന്നിവ ക്ഷേത്രം തന്ത്രി പഴങ്ങാപറമ്പിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് ഉഷപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, അഭിഷേകങ്ങൾ, അന്നദാനം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന 10 സെറ്റ് പാൽക്കാവടി എഴുന്നള്ളിപ്പുകൾ നടന്നു. ശ്രീ അയ്യപ്പ ചിന്തുപാട്ട് സംഘം, ചേർക്കര കലാഞ്ഞി ജനകീയ കാവടി കമ്മിറ്റി, മലർവാടി കാവടി ആഘോഷ കമ്മിറ്റി, ചേർക്കരദേശം കാവടി ആഘോഷ കമ്മിറ്റി, സംസ്കൃതി ത്രിവേണി കാവടി ആഘോഷ കമ്മിറ്റി, ഇത്തിക്കൂട് കാവടി ആഘോഷ കമ്മിറ്റി, വീരശിവജി കാവടി ആഘോഷ കമ്മിറ്റി, കൊപ്രക്കളം ബ്രദേഴ്സ് കാവടി ആഘോഷ കമ്മിറ്റി, തമ്പാങ്കടവ് കാവടി ആഘോഷ കമ്മിറ്റി, ഹാഷ്മി നഗർ കാവടി ആഘോഷ കമ്മിറ്റി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വന്ന പാൽക്കാവടികളാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് ആനയോടുകൂടിയ എഴുന്നള്ളിപ്പ് നടന്നു. പഞ്ചവാദ്യത്തിന് മച്ചാട് രാജനും ടീമും, ചെണ്ടമേളത്തിന് ഉദയൻ കണ്ണമ്പ്രയും ടീമും നേതൃത്വം നൽകി. ദീപാരാധന, രാത്രി വർണ്ണമഴ, സ്പെഷ്യൽ നാദസ്വര കച്ചേരി എന്നിവ നടന്നു. ആഘോഷങ്ങൾക്ക് ചെയർമാൻ സോദരൻ TG സുഗിൽ ദാസ്, TR, കൺവീനർ TN സുനിൽ, TR രാജു എന്നിവർ നേതൃത്വം നൽകി.
തൃപ്രയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാന്റെ പള്ളിവേട്ട നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം എന്നിവ നടന്നു. ശേഷം വൈകിട്ട് ദീപാരാധന, പാലപ്പെട്ടി ഉണ്ണികൃഷ്ണൻ പാർട്ടിയുടെ നാദസ്വരം, തൃപ്രയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവ ഉണ്ടായി. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് താളമേള വാദ്യത്തോടെ തൃപ്രയാർ ഭഗവത് സിംഗ് ആത്മാവ് പരിസരത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന്റെ പള്ളിവേട്ട ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് പ്രഭോഷ് നമ്പൂതിരി പള്ളിവേട്ട ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പൈങ്ങൂട്ടുമന ശ്രീഹരി വാസുദേവൻ സഹകാർമ്മികനായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലയ്ക്കൽ, ട്രഷറർ കെ കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി ടീച്ചർ, സി കെ പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ LP വിഭാഗത്തിൽ പഠനത്തിലും കായിക മേഖലകളിലും മികവ് തെളിയിച്ചവർക്ക് അനുമോദനം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ലിബീഷ് ബാബു അധ്യക്ഷനായി. പ്രധാനാധ്യാപിക അർച്ചന സുനിൽ, ഡെപ്യൂട്ടി HM PS സിജിമോൾ, MPTA പ്രസിഡന്റ് ശ്രീജ രജി, അഡ്മിനിസ്ട്രേറ്റർ PK അബ്ദുൽ മജീദ്, സ്റ്റാഫ് സെക്രട്ടറി TV ഹരിത, KV വിജയശ്രീ എന്നിവർ സംസാരിച്ചു. ഇതിനൊക്കെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇവിടെ പ്രധാന അധ്യാപിക അടക്കമുള്ള എല്ലാവരും കയ്യിൽ അറിയിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്കൊരു അഭിമാന നിമിഷമാണ്. ഇവരെ കൂടാതെ ഇവർക്കൊപ്പം ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ആക്ടിവിറ്റി ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് മുന്നോട്ട് പോകുന്നു പറയുന്ന മകൻ അവരാണ് മറ്റൊരു കയ്യിൽ അറിയിക്കുന്നത്. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ദാറുൽ കൗസർ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അൽ മിസ്ബാഹ് ദഫ്മുട്ട് പരിപാടി സംഘടിപ്പിച്ചു. കാളിയറോഡ് തക്വ മാപ്പിള കലാവേദിയും കഴിമ്പ്രം ഇശൽ അറേബ്യ, ഇശൽ ഹബീബ് എന്നീ സംഘങ്ങൾ ദഫ്മുട്ട് അവതരിപ്പിച്ചു. ആസ ഗ്രൂപ്പ് MTയും CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഹ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും സർവശക്തന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള ഈ അവസരങ്ങളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നതും കൂട്ടി യോജിപ്പിക്കുന്നതും നമ്മളുടെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നതും. സർവശക്തന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഈ ബന്ധങ്ങളും സ്നേഹങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്. നൌഷദ് പൂക്കാക്കിലത്ത് അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥികളായ VB അബൂ താഹിർ, PS ഷിഫാസ്, AN നിഷാദ്, KS സൽമാനുൻ, ഫാരിസ്, ഷഹനാദ്, നസീമുദ്ദീൻ, ഫഹദ്, കൽഫാൻ, സബിത്, ഹിഷാം എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകളുടെ പ്രൈമറി, പ്രീ പ്രൈമറി സോണൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു.
2 ദിവസങ്ങളായി കയ്പമംഗലം MIC സ്കൂളിൽ നടക്കുന്ന കിഡ്സ് ഫെസ്റ്റ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ അസ്കർ അലി കരിമ്പ അധ്യക്ഷനായി. MIC ആക്ടിംഗ് പ്രസിഡന്റ് സ്വധകുത്തുള്ള പതാക ഉയർത്തി. നജീബ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. KP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. MIC അൽബിർ മാനേജർ അബ്ദുൽ ഹമീദ്, MIC യൂണിറ്റ് ജനറൽ സെക്രട്ടറി PA ഇസ്ഹാഖ്, വാർഡ് മെമ്പർ UY ഷമീർ, അബ്ദുൽ കരീം, അബൂബക്കർ, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. 35 സ്കൂളുകളിൽ നിന്നും 126 ഇനങ്ങളിലായി 1500 വിദ്യാർത്ഥികളാണ് കിഡ്സ് ഫെസ്റ്റിൽ മാറ്റുരയ്ക്കുന്നത്. കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ ഞാൻ 2 കുട്ടികളുടെ മാത്രമേ കണ്ടുള്ളൂ. സമയത്തിന് കുറവ് മൂലമാണ് കുറച്ചും കൂടെ കൂടുതൽ കാണണമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹമാണ്. കുട്ടികളാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് അവരെ പാട്ട് പാടുന്നതും ഇനി ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് കലാപരിപാടികളും അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ സകലവിധ കഴിവുകളെ വികസിപ്പിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്നത് നമ്മൾ അറിഞ്ഞിട്ടുള്ളവരാണ്. അതിന് നല്ലപോലെ പ്രോത്സാഹനം നൽകാൻ അൽബീർ സ്കൂളിലും അതിലെ വിദ്യാർത്ഥികൾക്കും കഴിയുന്നു എന്നുള്ള സന്തോഷം വളരെ പ്രധാനമാണ്. സെയിന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ജനുവരി 25, 26, 27 എന്നീ തീയതികളിലാണ് തിരുനാൾ. വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ കൺവീനർ CV ജോസഫ് സപ്ലിമെന്റ് ഏറ്റുവാങ്ങി. ജനുവരി 24 വൈകിട്ട് 7 മണിക്ക് തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കുന്ന ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടത്തും. ഫാദർ ഫ്രാങ്കോ ഫ്രാനി ചെറുതാണിക്കൽ കാർമ്മികനാകും. ജനുവരി 25 ശനിയാഴ്ച ആഘോഷമായ ദിവ്യബലി, ലതി, നൊവേന, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, അമ്പ് വെഞ്ചിരിപ്പ്, യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കൽ എന്നിവ ഉണ്ടായിരിക്കും. വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ കാർമ്മികത്വം വഹിക്കും. രാത്രി 10 മണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിവസമായ ജനുവരി 26 ഞായറാഴ്ച രാവിലെ ദിവ്യബലി, ലതി, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജിമ്മി എടുക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിതിൻ നെല്ലാനിക്കോട് സഹകാർമ്മികനാകും. ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ തിരുനാൾ സന്ദേശവും നൽകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കേത്തല കാർമ്മികനാകും. ആഘോഷമായ ദിവ്യബലി, ലതിൻ, നൊവേന എന്നിവ നടത്തും. വൈകിട്ട് 7 മണിക്ക് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് കോട്ടപ്പടി നയിക്കുന്ന ബാൻഡ് നൈറ്റും ഉണ്ടായിരിക്കും. ജനുവരി 27 മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും നടത്തും. വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. വടനപ്പള്ളി മുല്ലപ്പള്ളി കരിപ്പാടത്ത് ക്ഷേത്ര മഹോത്സവവും ഉത്സവ എഴുന്നള്ളിപ്പും വർണ്ണാഭമായി ആഘോഷിച്ചു. 101 നാഗപടത്തോടുകൂടിയ 3000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് നാഗക്കളം വരച്ചത്. പുള്ളുവൻപാട്ടിൻ്റെയും നാഗപ്പാട്ടിൻ്റെയും അകമ്പടിയോടെ ചടങ്ങുകൾ നടന്നു. ഗണപതി ഹവനം, വിശേഷൽ പൂജകൾ, ശിവേലി എഴുന്നള്ളിപ്പ്, കൂട്ടിയെഴുന്നള്ളിപ്പ്, ദീപാരാധന, കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, കലാപരിപാടികൾ, നാടകം, വർണ്ണമഴ, ശിങ്കാരിമേളം, പുല്ലാങ്കുഴൽ ഫ്യൂഷൻ, അന്നദാനം എന്നിവയുണ്ടായി. വൈകിട്ട് നടന്ന കൂട്ടയെഴുന്നള്ളിപ്പിൽ ഗജവേരി നൂട്ടോളി അനന്തൻ ദേവിയുടെ തിടമ്പേറ്റി. ജനുവരി 15 മുതൽ ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ ഭൂതക്കളത്തിന് ശേഷം ജനുവരി 19 നടക്കുന്ന കരിക്കിടിയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. നാഗകളങ്ങൾക്ക് പുള്ളുവൻ മുരളിയും ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉണ്ണിശാന്തിയും പ്രബീഷ് ശാന്തിയും നേതൃത്വം നൽകി. ഉത്സവത്തിന് ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, സെക്രട്ടറി KS ദീപൻ, ട്രഷറർ KS വസുധരൻ, വൈസ് പ്രസിഡന്റുമാരായ KA പ്രദീപ്, KK മോഹനൻ, ജോയിന്റ് സെക്രട്ടറിമാരായ KPR സതീശൻ, KA മോഹനൻ, ക്ഷേത്രം കീഴ്ശാന്തി KS സുനിൽ എന്നിവർ നേതൃത്വം നൽകി.
ഗ്രാമപഞ്ചായത്തിന്റെയും തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് ഗുണഭോക്താക്കൾക്കുള്ള വിനോദയാത്രയും കുടുംബസംഗമവും നടത്തി. തളികുളം സ്നേഹതീരത്തേക്കാണ് വിനോദയാത്ര നടത്തിയത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിനോദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, മറ്റു വാർഡ് മെമ്പർമാരായ സതി ജയചന്ദ്രൻ, രഹന, സനിത സജൻ, മീന സുനീഷ്, കലാ സന്തോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയ്ജൻ, പാലിയേറ്റീവ് നഴ്സ് PS രാഗി എന്നിവർ സംസാരിച്ചു. ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കും അവർ ഒരു നേരം പോക്കായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് കൊണ്ടുപോകാറുള്ളതാണ്. അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ സ്നേഹതീരത്തേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാലിയേറ്റീവിലെ 398 രോഗികളെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തീരെ കിടപ്പിലായ രോഗികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഒരുവിധം നടന്നു പോകുന്നതും വീൽ ചെയറിലൊക്കെ ഇരുന്ന് പോകുന്ന രോഗികളെയാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത്. പാലിയേറ്റീവിൽ 13,50,000 രൂപയോളം എല്ലാ പദ്ധതിയിലും എല്ലാ വർഷവും വകയിരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന മരുന്നും മറ്റു സാധനങ്ങളെല്ലാം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് എല്ലാ വർഷവും ഒരിടവേള കൂടി. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണേ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ്. വാർത്തകൾ തുടരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന ഒന്നാണെന്ന് മുൻ MP ഡോക്ടർ PK ബിജു അഭിപ്രായപ്പെട്ടു. KSTA ജില്ലാ സമ്മേളനം പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ K ബാലകൃഷ്ണൻ നമ്പ്യാർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ പോലും BJPക്ക് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. കനത്ത തിരിച്ചടി രാജ്യത്ത് വലിയ വർഗീയ പ്രചരണം നടത്തുന്നവർക്ക് ലഭിച്ചു എന്നതാണ് ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. പക്ഷേ അവരുദ്ദേശിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ BJP അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തണമെങ്കിൽ ഈ വർഗീയതയെ ശക്തിപ്പെടുത്തണം.
അതിന് സർവകലാശാലകളിലും വിദ്യാലയങ്ങളിലുമുള്ള പുതിയ തലമുറയെ വർഗീയവാദികളാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതിനാണിപ്പം നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് NEP 2020 നടപ്പിലാക്കുന്നില്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു സഹായവും ഉണ്ടാവില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തയച്ചു. NEPയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? സാമൂഹ്യ നീതി ഉണ്ടാവാൻ പാടില്ല. ദുർബലരായ ജനവിഭാഗങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല. NEPയുടെ ഒരു സ്ഥലത്തും ഈ സാമൂഹ്യ നീതി എന്നൊരു വാക്കുപോലും ഇല്ല. അത് നടപ്പിലാക്കുന്നില്ല എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അതാണ് നമ്മൾ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ സഹായം കേന്ദ്രത്തിന്റെ ഉള്ളൂ. ഉച്ചഭക്ഷണത്തിന് നൽകുന്ന സഹായം ഇപ്പൊ തന്നെ വെട്ടിക്കുറച്ചു. ജില്ലാ പ്രസിഡന്റ് ഡെന്നി കെ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KC സജൻ, FSETO തൃശൂർ ജില്ലാ സെക്രട്ടറി E നന്ദകുമാർ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി IB ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV അനീഷ് ലാൽ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി K പ്രമോദ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബീന MS രക്തസാക്ഷി പ്രമേയവും വിനോദിനി T അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് പെരിങ്ങോട്ടുകരയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന സെക്രട്ടറി A നജീബ്, വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശ് NK എന്നിവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ കാർണിവൽ സംഘടിപ്പിച്ചു. സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ജനപ്രതിനിധികൾ KV ദാസൻ, PV സെന്തിൽകുമാർ, നികിത P രാധാകൃഷ്ണൻ, ഗ്രീഷ്മ സുഗിലേഷ് എന്നിവർ ചേർന്ന് കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക CJ ജെന്നി, സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് സജിനി മുരളി, കൺവീനർ റോസ്മേരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന പലതരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിതരണവും ഫുഡ് ഫെസ്റ്റും വിവിധ മത്സരങ്ങളും നടന്നു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. വീട്ടിൽ നിന്ന് പേരൻസും ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെല്ലാവരും കൂടി ഒരു ഭയങ്കര ഐക്യത്തോടെ കുട്ടികളിൽ അതുപോലെ ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കിയിട്ട് ആ സമ്പാദ്യശീലത്തിൽ അവർ സമാഹരിച്ച പൈസകൾ കൊണ്ടുവന്ന് ഇവിടെ ചെലവാക്കി നമ്മുടെ സ്കൂളിൻ്റെ ഒരു എല്ലാ സർവോന്മുഖ പ്രവർത്തനങ്ങൾക്കായിട്ട്, അതായത് ശാസ്ത്രമേള, കലോത്സവം എന്നിവയിലൊക്കെ കുട്ടികൾക്ക് പങ്കെടുക്കാനായിട്ട് പൈസ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അവർക്കൊരു കൈത്താങ്ങായിട്ടും നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമാഹരിച്ച പൈസ അതിലേക്കായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അന്തിക്കാട് സെയിന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ K അജിത്ത് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, കൺവീനർമാരായ നെൽസൺ ചിറയത്ത്, ലിൻഡോ ചിറയത്ത്, ട്രഷറർ ജോസ് എടക്കളത്തൂർ, പബ്ലിസിറ്റി കൺവീനർ ബൈജു ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകി. 19-20 അന്തിക്കാട് തിരുദേവാലയത്തിൻ്റെ തിരുനാളിന് എല്ലാ ആശംസകളും. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതികളായ അങ്കണവാടികൾക്ക് ചായം പദ്ധതി നടപ്പിലാക്കി. അംഗനവാടികൾക്ക് AC, സ്റ്റേഡിയോമീറ്റർ, വെയിങ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു. തളിക്കുളം ബാല്യ അംഗനവാടിയിൽ വെച്ച് നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങിൽ അധ്യക്ഷയായി. അംഗനവാടികളിൽ കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ സന്ധ്യ മനോഹരൻ, സുമന ജോഷി എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ സിനി KS പദ്ധതി വിശദീകരണം നടത്തി.
കാരണം ഞാനും ഒരു 12 കൊല്ലം പ്രവാസിയായിരുന്നു. വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല കാലാവസ്ഥയും നമുക്ക് നമ്മുടെ ശരീരത്തിന്, മനസ്സിന്, തൊഴിലിന് ഒന്നും ബാധിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ AC ഇല്ലെങ്കിലും ഈ ഭൂപ്രകൃതി നമുക്ക് ജീവിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ മുമ്പുണ്ടായിരുന്നു. നല്ല മരങ്ങളുണ്ടായിരുന്നു, നല്ല കാലാവസ്ഥ, കിഴക്കും പടിഞ്ഞാറും പുഴയും കടലിനോട് ചേർന്ന നല്ല അന്തരീക്ഷമുണ്ടായിരുന്നു. നമുക്ക് SNDP യോഗം നാട്ടിക യൂണിയനിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. നാട്ടിക SNDP യൂണിയൻ ഹാളിൽ നടന്ന ശാഖാ ഭാരവാഹികളുടെയും വനിതാ സംഘം മൂവ്മെന്റ് ഭാരവാഹികളുടെയും സംയുക്ത യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, യോഗം കൗൺസിലർ നരേന്ദ്രൻ തയ്യിൽ, ബിന്ദു മനോജ്, പ്രഭാശങ്കർ, CS ഗണേശൻ, തുഷാർ ഇല്ലിക്കൽ, ബിനോയ് പാണപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഏറെ സന്തോഷമുള്ളത് നമ്മുടെ ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ, കേരളത്തിൽ തന്നെ ഇതുപോലെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വളരെ ചുരുക്കം യൂണിയനുകൾ ഉള്ളതെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ അത് ഒരേ ഒരു യൂണിയൻ ഉള്ളത് നമ്മുടെ നാട്ടിക യൂണിയൻ മാത്രമാണ്. കാരണം ആലുവ അദ്വൈത ആശ്രമത്തിൽ നമുക്കറിയാം സമ്മേളനത്തിന്റെ 100ാം വാർഷികം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിപുലമായി തന്നെ സച്ചിദാനന്ദ സ്വാമികൾ ഉൾപ്പെടെ ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും ഇറ്റലിയിൽ പോയി അവിടുത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ട് നവംബർ 30-ാം തീയതി ആയിരുന്നു സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തി. നമുക്കറിയാം 1924 കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ജനുവരി 23-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 25 ക്ഷേത്രങ്ങളിലും 2 മഹല്ലുകളിലും സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തിങ്കളാഴ്ച നാരായണീയ പാരായണം, 21-ന് ഐവർ നാടകം, 22-ന് ഉത്സവ ബലി, തായമ്പക, ഉത്സവ ദിവസം രാവിലെ 7 ആനകളോടുകൂടി ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് പൂരം വരവ്, തുടർന്ന് ക്ഷേത്രത്തിൽ പകൽ പൂരം, വർണ്ണമഴ, അന്നദാനം, രാത്രി ഉറുമി ബാൻഡിന്റെ സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 24-ന് ആറാട്ടോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രം പ്രസിഡന്റ് VU ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി VR രാധാകൃഷ്ണൻ, ഭാരവാഹികളായ VK ഹരിദാസൻ, VK ശശിധരൻ, VC ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 25ഓളം ക്ഷേത്രങ്ങളിലും 2 മഹല്ലുകളിലെയും ഭരണീയമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാവിലെ 9 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ തിരിച്ചു വരും. അപ്പോൾ 10,000ങ്ങളുടെ സ്വീകരണമാണ് നമുക്ക് ദേവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്സവ ദിവസം 7 ആനകളെ അണിനിരത്തി ഗംഭീര പൂരം നടത്താനുള്ള എല്ലാവിധ അനുമതികളും എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ കൃത്യമായ അനുമതിയോടുകൂടി തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിന്റെ 7ാമത് വാർഷികാഘോഷം വാടനപ്പള്ളി ധന്യ റിസോർട്ടിൽ വെച്ച് നടത്തി. മണപ്പുറം ഫിനാൻസിന്റെ സിഇഒയും MD-യുമായ VP നന്ദകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉദ്ഘാടന കർമ്മം കലാമണ്ഡലം വൈസ് ചാൻസലർ ആയ ഡോക്ടർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ നിർവഹിച്ചു. It emphasizes the philosophy of a school that you are preparing the kid or the student to work in a collective environment. As we all know, today's world, especially in our own environment, the way how we look at the other individual, we look, and I wanted to put the idea the other because we see the other in a different manner. സ്കൂൾ ലീഡർ ദേവർധൻ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, ഡോക്ടർ പ്രൊഫസർ KG രവി എന്നിവർ വാർഷിക ദിനാഘോഷ സന്ദേശം നൽകി. മണപ്പുറം ജ്വല്ലറി ഗ്രൂപ്പിന്റെ MD-യായ സുഷമ നന്ദകുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, PTA പ്രസിഡന്റ് PR അജിൽ,
സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ കലാമണ്ഡലം ഹൈമാവതി ടീച്ചർ, അറക്കൽ നന്ദകുമാർ, ജയപ്രകാശ്, പ്രിൻസിപ്പാൾ മിൻഡു പി മാത്യു, സ്കൂൾ PRO കാൻഡി ആന്റണി തോമസ് എന്നിവർ സംസാരിച്ചു. പ്രീ-KG മുതലുള്ള കുട്ടികളുടെ പരിപാടികളുണ്ടായി. തനത് കേരളീയ കലാരൂപങ്ങളായ കഥകളി, തെയ്യം, തിരുവാതിര, ഒപ്പന തുടങ്ങിയ കലാരൂപങ്ങളും അരങ്ങേറി. തൃശൂർ ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനായി നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ടാലൻറ്റ്സ് സ്കൗട്ട് മത്സരങ്ങൾ നടത്തി. ട്രഷർ ഹണ്ട്, പസൽ റീൽ മേക്കിംഗ്, ക്വിസ് കോമ്പറ്റീഷൻ, കട്ട് പോസ്റ്റ്, മൊബൈൽ ഗെയിമിംഗ്, സ്പോട്ട് കൊറിയോഗ്രഫി, കോഡ് ക്രാക്കർ, ടൈപ്പിംഗ് കോമ്പറ്റീഷൻ, കീബോർഡ് അസംബ്ലിംഗ്, സ്പോട്ട് ഗെയിം, ഫോട്ടോഗ്രാഫി എന്നീ മത്സരങ്ങളിൽ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ നിയന്ത്രണത്തിലുള്ള പ്രോഗ്രാമിലെ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് ദാനം NES ചെയർമാൻ ശിവൻ കണ്ണോളി നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പാൾ NC അനീജ, അധ്യാപകരായ ലതിമോൾ, MV, V ശശിധരൻ, സുഷമ, സ്മിത, സജിത NV, സ്റ്റുഡന്റ് കോർഡിനേറ്റർ സ്വരൂപ് M, ഫിസ TA എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ടാലന്റ് സ്കൗട്ട് ടീച്ചർ കോർഡിനേറ്ററായ കണ്ണൻ രവീന്ദ്രൻ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ഈ പരിപാടി ടാലന്റ് സ്കൗട്ട് 25 എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഈ ടാലന്റ് സ്കൗട്ട് കുട്ടികളുടെ കഴിവ് വളർത്തുന്നതിന് വിവിധ വിദ്യാലയങ്ങളിൽ, തൃശ്ശൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയാണ് നടത്തുന്നത്. അതിൽ ഫുട്ബോൾ തുടങ്ങി നിരവധി പരിപാടികൾ ഇവിടെ ഇന്ന് നടക്കുകയാണ്. ഇതിൻ്റെ സംഘാടകർ ണ്ട്. അവരൊക്കെ ഇതിനേക്കാൾ ഇനി കൂടുതൽ പേര് പങ്കെടുക്കണം. ഇന്ന് ഗുരുവായൂർ മുതൽക്ക് കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗത്തു നിന്ന് ഉള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. തൃപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സംഘടിപ്പിച്ച സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പും കണ്ണുപരിശോധനയും പ്രമേഹ രോഗനിർണയവും സൗജന്യ മരുന്ന് വിതരണവും തളികുളം റിയാറുൾ ജന്ന മദ്രസ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ NA മാഹീൻ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ CG അജിത് കുമാർ, ഫിനാൻസ് ഡയറക്ടർ TU സുഭാഷ് ചന്ദ്രൻ, മെഡിക്കൽ ക്യാമ്പ് ഇൻചാർജ് AK വാസൻ, മെഡിക്കൽ ക്യാമ്പ് ഓർഗനൈസർ PA അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലയിലെ പ്രഗത്ഭ വിദഗ്ധ ഡോക്ടർമാരായ റിട്ടയേർഡ് സിവിൽ സർജൻ NA മാഹീൻ, ഡോക്ടർ NM അബ്ദുൾ വാരിസ്, ഡോക്ടർ അക്ഷയ് കുമാർ, കണ്ണുരോഗ വിദഗ്ധ ശില്പ സുനിൽ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഏകദേശം 2000-ഓളം കുടുംബങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടി തീരുമാനിച്ച ഒരു തീരുമാനത്തെ നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും അതിനെന്തെങ്കിലും പ്രചോദനമാകും, എന്തെങ്കിലും ഒരു കാര്യം അതായത് അത് ഡോക്ടർ സൂചിപ്പിച്ചു അല്ലെ, ഏതൊരു വ്യക്തിക്ക് ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് അത് സമയത്ത് എത്തിക്കാൻ സാധിക്കാറുണ്ട്. അതിൽ നിന്നുണ്ടായിട്ടുള്ള ചെറിയൊരു തീരുമാനമാണ് ഇത് 2000 കുടുംബങ്ങളെ. പക്ഷെ ഇപ്പൊ പറഞ്ഞത് 2000 കുടുംബങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള 750ഓളം കുടുംബങ്ങളുടെ നിക്ഷേപത്തിലെത്തിയിട്ടുള്ളത്. ഇനിയും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അതിന് നിക്ഷേപകരാണ്. പ്രത്യേകിച്ച് റോഡിന്റെ എത്തിച്ചിട്ട് സ്ഥലം പോയി കോടികൾ നമ്മളുടെ റോഡിൽ കിടക്കുന്ന പലർക്കും സേവനം കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് പങ്കാളികളാകാമെന്ന് പറഞ്ഞത്. കാരണം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് മാഹിഡോക്ടറെ പോലെയുള്ള ആളുകളാണ്. കാരണം അവരൊരിക്കലും സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ആകില്ല എന്നൊരു വിശ്വാസം ഞങ്ങളെ പോലെയുള്ള. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ആനവിഴുങ്ങിയിൽ പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം. തളികുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് ആഘോഷിച്ചു. KSTA ജില്ലാ സമ്മേളനം പെരിങ്ങോട്ടുകരയിൽ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.